എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ മിടുക്കന്മാരായിട്ടുള്ള കാർമൽ അക്കാഡമിയിലെ വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. ഇവർ അതിൽ ഓരോ പ്ലേ കാർഡുകളുണ്ട്. പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുക, ഭൂമിയുടെ വേദന കേൾക്കൂ, ഇന്ന് നിങ്ങളുടെ പ്ലാസ്റ്റിക്, നാളെ അവരുടെ പ്രശ്നം. പ്ലേ കാർഡുകളുമായിട്ടാണ് കാർമൽ അക്കാഡമിയിൽ വിദ്യാർത്ഥി നിൽക്കുന്നത്. നമുക്കറിയാം, കാർമൽ അക്കാഡമി ICSE സിലബസ് പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയമാണ്. പക്ഷേ മറ്റുള്ള വിദ്യാലയങ്ങളെ പോലെയല്ല, മാതൃഭാഷയെ ഇത്രയേറെ ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു വിദ്യാലയമില്ല. അത് അവിടുത്തെ ഓരോ പരിപാടികളും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്കിനെതിരെ വളരെ കൃത്യമായിട്ടൊരു ബോധവൽക്കരണ ഒരു തെരുവ് നാടകവുമായിട്ട്, സ്ട്രീറ്റ് പ്ലൈവുമായിട്ട് ഇവർ വന്നിരിക്കുകയാണ്. ചാലക്കുടി പട്ടണത്തിലെ 2 സ്ഥലങ്ങൾ, ഒന്ന് മുനിസിപ്പാലിറ്റിയുടെ അങ്കണത്തിലും 2 പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും ഈ തെരുവ് നാടകം ഇവർ കളിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്ന് ചോദിക്കാം. കാരണം നമ്മുടെ മുന്നിലൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികൾ ഉപേക്ഷിക്കുന്ന, പ്ലാസ്റ്റിക് കുപ്പികൾ നിക്ഷേപിക്കുന്ന ഒരുപാട് പോക്കറ്റുകൾ കാണാം, ഒരുപാട് വേസ്റ്റ് പിന്നുകൾ കാണാം. പക്ഷെ അവിടെ ഒന്നും നമ്മളിത് ഉപേക്ഷിക്കില്ല. വീണ്ടും പ്ലാസ്റ്റിക്കുകൾ നിക്ഷേപിക്കപ്പെടുന്നു മണ്ണിലും വെള്ളത്തിലും എല്ലാം തന്നെ. നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, നമ്മുടെ പട്ടണം എല്ലാം മലീമസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കാർമൽ അക്കാഡമിയിലെ വിദ്യാർത്ഥികൾ വീണ്ടും ഈ പ്ലേ കാർഡുകളും പിടിച്ച് അവരെ കൊണ്ട് കഴിയാവുന്ന ഒരു ബോധവൽക്കരണ നാടകവുമായിട്ട്, ഒരു സ്ട്രീറ്റ് പ്ലൈവുമായിട്ട് വന്നിട്ടുള്ളത്. ഞാനാണ് പ്ലാസ്റ്റിക്. എന്നെ കുപ്പിയിലും കവറിലും എന്തിനെ അടിയിൽ വരെ ഉപയോഗിച്ചു. കണ്ടാൽ ഞാൻ പാവം ഒരു ഉപകാരി. എന്നാൽ എന്നെ നിങ്ങൾക്കറിയില്ല. അമ്മ ഭൂമിയെ പതുക്കെ പതുക്കെ ഇഞ്ചിഞ്ചായി ഞാൻ നശിപ്പിക്കും. ജീവവായുവാണ് ഞാൻ. ഞാനില്ലാതെ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ജീവിക്കാനാവില്ല. ഇരുന്ന കറുത്ത മുഖ കണ്ടോ? എന്നെ നശിപ്പിക്കുന്നത് അവനാണ്. മനുഷ്യരാശിയെ നശിപ്പിക്കാനായി ആളിപ്പടരുന്ന പ്ലാസ്റ്റിക് എന്ന മഹാവിപത്തിനെ ഒഴിവാക്കുകയും പുഴകളും തോടുകളും എല്ലാം ഭൂമി ദേവി ചുരത്തുന്ന അമ്മിനെയാണ്. എന്നാൽ നിങ്ങൾ എന്റെ അവസ്ഥ കണ്ടു. ഞാൻ അവശയാണ്. നിങ്ങൾ ഓരോരുത്തരും വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യം എന്നെ മാറിലടിഞ്ഞ് ചേരുന്നതിൽ രോഗാണുക്കൾക്കാണ് വിരുന്നൊരുക്കി കൊടുക്കുന്നത്. ഞാൻ സർവ്വസഹയാണ്. നിങ്ങൾ എന്നെ വെട്ടിമുറിക്കുമ്പോഴും പിടിച്ചു നിർത്തുമ്പോഴും ഞാൻ നിശബ്ദയായിരുന്നു. നിങ്ങൾ കണ്ണം മുട്ടുന്ന എനിക്ക് എന്തിനാണ് വിഷവസ്തുക്കൾ നൽകുന്നത്? എന്നോട് കൂടിച്ചേരാൻ അപ്രിയം കാണിക്കുന്ന ഈ പ്ലാസ്റ്റിക് പുത്രനെ എനിക്ക് വേണ്ട. ഗ്രാമത്തിൽ ദുരന്തം വിതയ്ക്കുന്ന കാഴ്ചകളാണ് പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യവും അടിഞ്ഞ് ചലനമറ്റ പുഴകളും വിശപ്പുക തുപ്പുന്ന ഫാക്ടറികളുമാണ്. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ഇന്ന് രോഗികളാണ്. സുഖ സൗകര്യങ്ങൾക്കും സ്വാർത്ഥ ലാഭത്തിനും വേണ്ടി മണ്ണും ജലവും വായുമെല്ലാം പ്ലാസ്റ്റിക് ഭീകരന് അടിയറ വെച്ചിട്ട് നമ്മുടെ ഈ പോക്ക് എങ്ങോട്ടാണ്? തീർച്ചയായിട്ടും വളരെയധികം സന്ദേശങ്ങൾ നമുക്ക് നൽകുന്ന, നമുക്ക് നാളെക്കുറിച്ച് നമ്മളെ ഏറെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് നമുക്കിവിടെ ഇത് കാണാനായിട്ട് കഴിഞ്ഞത്. ഒരുപക്ഷെ കടന്നുപോയ തലമുറയും കുറേയൊക്കെ നമ്മളും ചെയ്തു പോയ പിഴവുകളുടെ ഒരു ബാക്കിപത്രമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പരിപാടിയിൽ തന്നെ പറഞ്ഞതുപോലെ, പാടിയതുപോലെ നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളും വലിയ വലിയ മഹാമാരികളുമൊക്കെ ഇന്ന് നമ്മുടെ ഈ തലമുറ നേരിടേണ്ടി വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണവും നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പരിസ്ഥിതിയും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ഒറ്റയ്ക്കൊക്കെ പറയുന്ന ആളുകൾ എല്ലാവരും ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രചരിക്കുമ്പോൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ പലരും പറയുന്നതാണ് നമുക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നതാണ് പലപ്പോഴും കേൾക്കാനായിട്ട് നമ്മൾ ഇടവരിക. പക്ഷെ നമ്മൾ ഓരോരുത്തരും അത് ഏറ്റെടുക്കുമ്പോൾ അതൊരു വലിയ കൂട്ടായ്മയായി ഒരുപക്ഷെ നമ്മുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും ഇതിൻ്റെ നന്മ കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു റിസൾട്ട് എന്തായാലും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മൾ പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോഴാണ് കൂടുതൽ ജനങ്ങൾ ബോധവാന്മാരാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ അവസരത്തിൽ ജനങ്ങളെ അറിയിക്കുക, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ് എന്നുള്ളൊരു ഉദ്ബോധനം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. എല്ലാവരും നല്ല പഠിക്കുന്ന പിള്ളേരാണ്. അതുപോലെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ്. അത് പുതിയ തലമുറയ്ക്ക് ഇതൊരു മുതൽക്കൂട്ടാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഭൂമിയിൽ എവിടെ നോക്കിയാലും മൊത്തം പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ തിരുവനാടകത്തിന് വിളിച്ചപ്പോൾ കുറെ പ്രാക്ടീസ് ചെയ്തു. തിരുവനാടകം ഏറ്റവും ചെയ്യണേ, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്തു, സന്തോഷമായി. വളരെയധികം നന്ദിപുറം പറയാണ്. കാരണം ഇത്രയധികം വേസ്റ്റ് ബാസ്ക്കറ്റും ഇതൊക്കെ ഇവിടെ പല സ്ഥലത്തായിട്ട് വെച്ചിട്ട് ഒരാൾ പോലും മര്യാദയ്ക്ക് ഉപയോഗിക്കില്ല എന്ന് കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് നിലയിൽ
ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾ പലപ്പോഴും പരിശ്രമിക്കുന്നുണ്ട്. എനിക്കതിൽ ചെറിയൊരു പങ്ക് കിട്ടിയാൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. തീർച്ചയായിട്ടും ഇവർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇത് കണ്ടെങ്കിൽ നമ്മുടെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഈ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഒരു കരുതൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ജീവൻ പകരാനായി പൊരുതുക പൊരുതുക കൂട്ടരെ പൊരുതുക പൊരുതുക